ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് സീരീസിലെ തന്നെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ആദ്യത്തെ 2 വീഡിയോസും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ആ 2 വീഡിയോസും ഇനിയും കാണാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആ 2 വീഡിയോ കൂടിയും കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറയുമ്പോൾ സ്ക്രീനിൻ്റെ ടോപ്പിലായിട്ട് സജഷൻസ് വരും, ഐക്കാട്ടില്ലേ, അതിൽ പോയാൽ മതി കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 2 വീഡിയോസും കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അങ്ങനെയും നിങ്ങൾക്കത് കാണാം. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറച്ച് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ലേ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ, അത് തന്നെയാണ് കേട്ടോ സംഭവം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് അതൊക്കെ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നല്ല കേട്ടോ, 10 ഐഡിയാസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് കുട്ടികൾക്ക്, കുട്ടി കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐഡിയ വന്നിട്ട് ഇതാണ്. ഇതാ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതില്ലാത്തവരൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 6 ഐസ്ക്രീം സ്റ്റിക്സ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ 6 ഐസ്ക്രീം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ 2 ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഇതേപോലെ 2 ട്രയാങ്കിളും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാർ കിട്ടിയില്ലേ. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുത്ത് കുട്ടപ്പനാക്കണം. അങ്ങനെ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേൾ അക്രിലിക് കളറാണ്. അതിൽ റെഡ് ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് യൂസ് ചെയ്യാം, സിൽവർ യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള പോലെയുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റെഡ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറിനെ ഒന്ന് ഗ്ലാമർ ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ്, ഇതുപോലത്തെ സ്റ്റിക്കർ ബീഡ്സ്, ഹാഫ് ബീഡ്സ് ആണേ, അത് ഞാൻ ജസ്റ്റ് ആ ഒരു എൻഡ് പോർഷനിൽ, അതായത് ആ ടിപ്പ് പോർഷനിൽ മാത്രം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബീഡ്സ് ഒന്നും ഇല്ലെങ്കിൽ വേറെ വല്ല മുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇതുമ്പോൾ ഒട്ടിച്ച് കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഭംഗിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തൂക്കിയിടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് കൂടി വെട്ടിയിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡ് എനിക്ക് നമ്മൾ ഗോൾഡ് ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കവർ കിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ അടിച്ച് മാറ്റിയിട്ടുള്ള ഒരു ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലും വേസ്റ്റായിട്ട് കളയുന്ന മെറ്റീരിയൽസാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിലും അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ സ്റ്റാർ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഹാങ്ങിങ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ചുള്ളിക്കമ്പുകളാണ്. അപ്പോൾ ഈ ഒരു കമ്പുകൾ ഞാൻ വിറകുപരയിൽ പോയിട്ട് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് തടിയുള്ള, അതായത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കമ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമുക്കിത് ഒടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടത് ഡിഫറെൻറ്റ് സൈസസ് ആയിട്ടുള്ള, അതായത് ചെറുതൊട്ട് വലുത് വരെയുള്ള സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു കമ്പായിട്ട് വേണം കേട്ടോ നമ്മളിത് ഒടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ടിപ്പ് പോർഷനിൽ നമ്മൾ ചെറിയ കമ്പ് ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ടിപ്പ് പോർഷനിൽ നമ്മൾ ഏറ്റവും ചെറിയ ഒടിച്ചു വെച്ചിട്ടുള്ള കമ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിന് കുറച്ച് വലുത് അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 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 ലാസ്റ്റ് വലുതുള്ളത് നമുക്ക് എൻഡ് പോർഷനിൽ, അതായത് ഏറ്റവും അടിയിലത്തെ പോർഷനിൽ വലുത് വരണം. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇതൊരു ട്രീ പോലെ കിട്ടും. അതായത് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നമ്മളോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് കമ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അടുത്ത കമ്പ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ട്രീയുടെ ഒരു ലുക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഭംഗിയൊന്നും തോന്നില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇത് ഞാനിത് ഇവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ പെയിൻറ്റൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. സ്പ്രേ പെയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലും ഭംഗിയുണ്ടായിരിക്കും. പക്ഷെ ഞാനിവിടെ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മെറ്റാലിക്
ഗോൾഡിൻ്റെ പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിരുന്നായിരുന്നു. അതെടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല പോലെ പെയിൻറ്റ് ചെയ്തിട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ആക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിലുള്ള ആ വുഡ് പീസിലുള്ള ടെക്സ്ചറൊക്കെ നല്ല തെളിഞ്ഞ് കാണും. അപ്പോൾ നമുക്കൊരു ബ്ലാക്കും ഗോൾഡൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാനിതിവിടെ പെയിൻറ്റൊന്നും കൊടുക്കാഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാമെന്ന് ഓർത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാറും കൂടി ഒട്ടിച്ച് കൊടുത്താലേ ഇതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ കളറ് ഫോം ഷീറ്റില്ലേ, അതിൽ നിന്നുള്ള ഒരു സ്റ്റാർ തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതും കൂടി മുകളിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഹാങ് ചെയ്ത് ഇടാനായിട്ട് നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ ആ ത്രെഡ് അതിലോട്ട് കെട്ടിക്കൊടുത്തു. അതിനുശേഷം എനിക്ക് എന്തോ ഒരു മിസ്സിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിതിൻ്റെ അടിയിൽ അതായത് ലാസ്റ്റ് പോർഷനിൽ നമ്മളെപ്പോഴും വെക്കാറുള്ള ആ ലീവ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുത്തു. അതിനൊപ്പം ഒരു ബീഡും കൂടി വെച്ച് കൊടുത്തു. അപ്പോഴാണ് എനിക്കത് കംപ്ലീറ്റ് ആയ പോലെ തോന്നിയത് കേട്ടോ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്രാഫ്റ്റ് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്രാഫ്റ്റ് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യുന്ന ബോൾസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 രീതിയിൽ ബോൾസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ബോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ പഴയ എൻ്റെ മോള് കളിച്ചേർന്ന കുറച്ച് ബോൾസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കളറൊക്കെ പോയി തുടങ്ങി. അതിലൊരെണ്ണം എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ഫെവിക്കോൾ ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ ഗ്ലിറ്റർ പൗഡർ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. വെറും 5 രൂപയുള്ള ഒരു പാക്കറ്റിനൊക്കെ. അപ്പോൾ നമുക്ക് കുറേ കളേഴ്സ് ഇതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പിങ്ക് കളറ്, അതായത് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളർ ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെതറി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെതറാൻ നല്ല രസമാണ് കേട്ടോ. ഇതിന് മുകളിൽ ഇങ്ങനെ വീഴുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ അതിന് മുകളിൽ ഇങ്ങനെ നല്ലപോലെ വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒട്ടിക്കിട്ടും. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. അപ്പോൾ എൻ്റെ മോള് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഒരു സൈഡിലായിട്ട് തരി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെയായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ ഡ്രസ്സുമൊക്കെ ഹാങ് ചെയ്ത് ഇടുന്ന ത്രെഡൊക്കെ ഉണ്ടാവില്ലേ, അതുമെന്ന് കൊഴിഞ്ഞ് വീണ ഒരു എന്താ പറയുക, ഒരു ബീഡെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കോൺ ഷേപ്പിലുള്ള ഒരു സാധനമാണ്. അത് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ത്രെഡ് ഇറക്കി വെക്കും. അങ്ങനെയാണ് നമ്മളിത് ഹാങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം കേട്ടോ. എന്തെങ്കിലും മുത്തൊക്കെ വെച്ച് അതിന് മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലത്തെ പല കളേഴ്സിലുള്ള ഗ്ലിറ്റർ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5-10 എണ്ണമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ ഹാങ്ങിങ് നോക്കാം. അപ്പോൾ ഇവിടെ 4ാമത്തെ ഹാങ്ങിങ്ങും ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബോൾ തന്നെയാണ്, പക്ഷേ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഫോയിൽ പേപ്പറാണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫോയിൽ പേപ്പറൊക്കെ കിട്ടില്ലേ, അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ഫോയിൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നേരത്തെ എടുത്ത പോലെ ഒരു പഴയ കളറൊക്കെ പോയിട്ടുള്ള ബോളൊക്കെ വീട്ടിലൊക്കെ കിടപ്പുണ്ടാവുമല്ലോ, അതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി എടുക്കണം. അപ്പോൾ ചുരുട്ടി എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ആകെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നാലാണ് നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പ്, ആ വട്ടം കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നല്ല സെറ്റപ്പാക്കി ഇങ്ങനെ റൗണ്ടാക്കി എടുക്കാം. അങ്ങനെ ചുളിവുകളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബോളിനൊന്ന് ഗുമ്മാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ലീവ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ച് വേണമെങ്കിലും നിങ്ങളുടെ ബോളൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ലീവ്സ് എടുത്തിട്ട് 2 സൈഡിലോട്ടായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മിഡിലായിട്ട് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് കളർ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഒരു റെഡ് ഫോം ഫ്ലവർ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ അത് എൻ്റെ മോളുടെ പഴയൊരു ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു ഫോം ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടിയൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ബോൾ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് മാറും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ എല്ലാ ഹാങ്ങിങ്ങിനും ചെയ്ത് കൊടുത്ത പോലെ ഇതിൻ്റെ ഈ ലാസ്റ്റ് എൻഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് നമ്മുടെ നൂല് വെച്ച് കെട്ടിക്കൂടി കൊടുക്കാം.
ഇതാ നമ്മുടെ സെക്കൻഡ് ബോൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഫോയിൽ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് തേർഡ് ടൈപ്പ്, അതായത് മൂന്നാമത്തെ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് വീണ്ടും കുറച്ച് ഫോയിൽ പേപ്പർ, അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോയിൽ പേപ്പർ മതി കേട്ടോ. അതെടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. അപ്പം നമുക്ക് ബോളൊന്നും കയ്യിലില്ല, ഇതുപോലത്തെ ബോളൊന്നും യൂസ് ചെയ്തിട്ടുള്ള ബോളൊന്നും കയ്യിൽ കിട്ടാനില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു മെത്തേഡ് ഇതുപോലെ ചുരുട്ടി നല്ല ബോൾ ഷേപ്പിലെടുക്കുക, റൗണ്ട് ഷേപ്പിലെടുക്കണം. അങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ റാപ്പേഴ്സ്, അതായത് നമ്മുടെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യണ റാപ്പേഴ്സ് ഉണ്ടായിരിക്കില്ല, പല പല കളറിലുള്ള റാപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതൊരു ഷീറ്റിന് 10 രൂപ, 6 രൂപ, 8 രൂപയൊക്കെ ആയിട്ട് നമുക്ക് ഈ റോള് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഇതിന് ആവശ്യമുള്ള, ഇത് പൊതിഞ്ഞെടുക്കാനായിട്ട് ആവശ്യമുള്ള അത്ര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ബോൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ റാപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുളിവുകളൊക്കെ ഏകദേശം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അവിടെ ഒരു ത്രെഡോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗോൾഡൻ കളർ ത്രെഡ് വെച്ചൊന്ന് ടൈ ചെയ്ത് കൊടുത്ത് ബാക്കി വരുന്ന റാപ്പറൊന്നും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ബോളെന്ന് തന്നെ പറയാൻ പറ്റില്ല, നമുക്കിങ്ങനെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടിസഞ്ചിയൊക്കെ പോലെ നമുക്ക് തോന്നും. അതുപോലെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം ഇത് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തൂക്കിയിടാം. അപ്പം ഇതും നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ആറാമത്തെ ഹാങ്ങിങ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതേപോലത്തെ തീപ്പെട്ടിയില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ തീപ്പെട്ടിക്കൂട് ഒരുപാട് കാണുമല്ലോ, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന തീപ്പെട്ടിക്കൂടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റാപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നമ്മുടെ നേരത്തെ എടുത്തിട്ടുള്ള അതേ റാപ്പർ, അതായത് കളർ റാപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് എടുക്കുക. അതൊന്നൊരു പീസ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാം. നമ്മൾ ചുമ്മാ പുറത്തുനിന്നൊന്നും ഇതുപോലത്തെ ഗിഫ്റ്റ് ബോക്സസ് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനുള്ളിലൊക്കെ അവർ തെർമോക്കോളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് കെട്ടിത്തരുന്നത്. ആകെ കൂടി ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വൃത്തിക്ക് നമ്മൾ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കണം, അത്രമാത്രം ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. അപ്പോൾ റാപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ല ക്ഷമയോടുകൂടി റാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നല്ല ഭംഗിയിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇനി റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതൊന്ന് കെട്ടിയെടുക്കാം. അതായത് നമ്മൾ റിബൺ വെച്ച് കെട്ടില്ലേ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്, അതാണ് ഇനി ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സെയിം ആ നെറ്റിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ആ നെറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ റിബൺ ഷേപ്പിൽ ഇങ്ങനെ നീളനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഞാനിവിടെ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ചുമ്മാ കെട്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിലും ക്യൂട്ട് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ അങ്ങനെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഭംഗി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്യൂട്ടായിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. ഇനി ഇത് തൂക്കിയിടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെട്ടും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിന്റെ പണി.
ഇനി നമ്മുടെ ഏഴാമത്തെ ഹാങ്ങിങ് അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പേസ്റ്റൊക്കെ വാങ്ങിക്കില്ലേ, നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നീളനുള്ള അങ്ങനത്തെ കാർട്ടൂൺ പെട്ടികൾ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതൊന്ന് റാപ്പ് ചെയ്തെടുക്കാമെന്ന് ഓർക്കുകയാണ്. അപ്പോൾ റാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതൊന്ന് സ്റ്റിഫായി ഇരിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് കോട്ടൺ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോട്ടൺ നിറച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പൊങ്ങി വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതൊന്നും ഇങ്ങനെ ഉരുട്ടി എടുക്കുക. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പൊങ്ങി നിൽക്കില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റാപ്പർ വെച്ച് റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ റാപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഗോൾഡൻ കളറൊക്കെ എടുത്തില്ലേ, അപ്പോൾ ഒന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ റാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വേറൊരു രീതിയിലാണ് റാപ്പ് ചെയ്യണത്. ഞാൻ രണ്ട് സൈഡിൽ ചോക്ലേറ്റ് റാപ്പ് ചെയ്യണ പോലെ റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരി ഡിഫറെൻ്റ് ആവില്ലേ, നമ്മൾ ഫസ്റ്റ് കണ്ട രണ്ട് മെത്തേഡൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആയി നിന്നോട്ടെ വിചാരിച്ചിട്ട് ഞാനിത് ചോക്ലേറ്റ് ഷേപ്പിലാണ് റാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇതൊന്ന് റാപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാൻഡിയൊക്കെ ഇങ്ങനെ പൊളിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതേ മെത്തേഡ് തന്നെയാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നമുക്ക് ഏതെങ്കിലും ത്രെഡ്, അതായത് നൂലോ ത്രെഡോ എന്തെങ്കിലും അല്ലെങ്കിൽ റിബനോ എന്തെങ്കിലും വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിബൺ വേണ്ടെന്ന് വിചാരിച്ചു. നേരത്തെ റിബൺ യൂസ് ചെയ്തതല്ലേ, അല്ലെങ്കിൽ ത്രെഡൊക്കെ യൂസ് ചെയ്തതല്ലേ. അപ്പോൾ അതിൻ്റെ പകരം ഞാനൊരു ബീഡ്, അതായത് ഒരു പിങ്ക് കളർ ബീഡ്, ഇതും മോളുടെ ഉടുപ്പിന്ന് അടിച്ച് മാറ്റിയിട്ടുള്ളതാണ്. അവൾ എന്നാണാവോ എന്നെ ശരിയാക്കണത്. അപ്പോൾ ആ ഒരു ബീഡ് ഞാനതിൻ്റെ മിഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ക്യൂട്ടായിട്ട് തോന്നി. ഒരു പിങ്കും ഗ്രീനും ഒക്കെ ആകുമ്പോൾ അത് ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ ക്രാഫ്റ്റ്, അതായത് ഏഴാമത്തെ ഹാങ്ങിങ്. അപ്പോൾ അതും കൂടി ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി 8th and 9th ക്രാഫ്റ്റ് ആയിട്ട്, അതായത് ക്രിസ്മസ് ഹാങ്ങിങ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞ് റീത്തുകളാണ് കേട്ടോ. 2 റീത്തുകളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 വട്ട്, അതായത് ഇങ്ങനത്തെ നമ്മൾ ഈർക്കിളിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്ലവർ വേസിൽ നിന്ന് പൊട്ടി വീണതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇത് പൊട്ടിയത് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു റീത്തിൽ ഇതുപോലെ വൈറ്റ് കളർ, അതായത് വൈറ്റ് അക്രലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റു റീത്തിൽ ഞാൻ ജൂട്ട് ത്രെഡ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ചാക്ക് ചരട് ഉണ്ടല്ലോ, നമ്മൾ അങ്ങാടി കടകളിൽ നിന്നൊക്കെ പലചരക്കൊക്കെ വാങ്ങിയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതും ഇങ്ങനെ ചാക്ക് ചരട് ഉണ്ടാവുമല്ലോ, അതും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊങ്ങി നിൽക്കുന്ന നൂലെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻഡിൽ യൂസ് ചെയ്ത് കരിയിച്ച് കളയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ജൂട്ട് ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി വൃത്തി. അപ്പോൾ ഇത് ഞാൻ ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് എടുക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാക്ക് ചരട് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സെയിം ലീവ്സ് തന്നെയാണ്. അത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അടിവശത്തായിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു സിൽവർ കളറിലുള്ള ഇതുപോലെ ബീഡ്സ് ഉള്ള ഒരു ത്രെഡ്, അതെനിക്ക് ഇതുപോലെ ഒരു ഡ്രസ്സിൽ നിന്ന് ഊരി കിട്ടിയത് തന്നെയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇത് രണ്ടിലേക്കും കോമ്പിനേഷനായിട്ട് വരുന്നത് ഒരു റെഡ് കളറാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു റെഡ് കളറിലുള്ള ഒരു ബീഡും കൂടി എടുത്തിട്ട് അതിൻ്റെ ചെറിയ പോലെ തോന്നാനായിട്ട്, നമ്മൾ ക്രിസ്മസിനൊക്കെ ചെറിയ ഭയങ്കര ഇതല്ലേ, അപ്പോൾ അതുപോലെ തോന്നാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബീഡും കൂടി അതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെയും കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു റീത്ത്, അതായത് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു റീത്ത് നല്ല ഭംഗിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ സെയിം ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു തൂക്കിയിടാനായിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ ഇതുമേ ബാക്കിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതും സെയിം ജൂട്ട് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളതും. അപ്പോൾ അത് ഞാൻ എല്ലാത്തിനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞു റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റീത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുള്ള ആ റീത്ത് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബോ മാത്രം ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബോ എന്ന് പറയുന്നത് ഇതാണ് സാധനം. ഇത് എനിക്ക് ഇതുപോലെ ഒരു ഡ്രസ്സിൽ നിന്നോ അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളതാണ്. അത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മാച്ചായിട്ട് വൈറ്റിലേക്ക് ഈ ഒരു പിങ്കും ഈ ഡോട്ട്സ് ഉള്ള ആ ഒരു ബ്ലാക്കും കൂടി വരുമ്പോൾ നല്ല സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 2 റീത്തിൻ്റെ പണിയും. അപ്പോൾ ഇത് 2 ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ കൂടെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആയിരിക്കും.
ഇനി നമ്മുടെ 9th ക്രാഫ്റ്റിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സ്ട്രോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്ട്രോസൊക്കെ നമുക്കിങ്ങനെ ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ട്രോസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവുന്ന സ്ട്രോസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് പിങ്ക് കളറിൽ കിട്ടും, ഗ്രീൻ കളറിൽ കിട്ടും, അതുപോലെ തന്നെ ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് പേപ്പറിൻ്റെ സ്ട്രോസ് ആണ് കേട്ടോ. അത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഈ ഒരേ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ട്രീ പോലെ ഇങ്ങനെ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ 2 നാളെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരു ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ഒരു ഷേപ്പിലുള്ളൊരു സംഭവമാണ്. പക്ഷേ ആയി വന്നപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയോ? എനിക്കങ്ങനെ അങ്ങനെയൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കാരണം ഇതിലുള്ള ആ ഒരു പ്രിൻറ്റും കളറും എല്ലാം കൂടി ചേർന്ന് വരുമ്പം നല്ലൊരു ലുക്കായിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് ട്രീ പോലെയൊന്നും തോന്നിയില്ല എന്ന് മാത്രം. അങ്ങനെ സ്ട്രോസൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ അടിയിലത്തെ ഭാഗം ഒന്നൊരു ലൈറ്റായിട്ടൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റാറും അതുപോലെ ഒരു എന്താ പറയുക മുകളിലായിട്ടും ഒരു ഗ്രീൻ കളറിലുള്ള ഒരു പീസും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കൊരു ക്രിസ്മസ് ട്രീ പോലെ തോന്നിയില്ലെങ്കിലും ഒരു ക്യാപ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്നിട്ട് അതിന് വേണ്ടിയിട്ടൊരു ഹാങ് ചെയ്യാനായിട്ട് ഒരു ടൈയും കൂടി കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 9th ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ഷേപ്പൊന്നും തോന്നിയിട്ടില്ലെങ്കിലും പക്ഷേ ഇതിൻ്റെ കളറും ആ ഒരു വൈറ്റും റെഡും ഗ്രീനും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഗ്രീൻ കളറിൽ തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. അതായത് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്ങിലെ ലാസ്റ്റ് വൺ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്, 10th വൺ. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെയിം ഗോൾഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുകളില്ലേ, ഇത് ഞാൻ ഒത്തിരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇതിലെ ഈ ഒരു ഗോൾഡ് കളറുള്ള ബാഗാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാഗിലെ ആ ഒരു ഗോൾഡ് വരുന്ന ആ ഒരു ഫോയിൽ കളറിൽ വരുന്ന ആ ഗോൾഡ് പീസും അതുപോലെ തന്നെ നെറ്റ് പീസ് ഉണ്ടല്ലോ അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ നെറ്റ് പീസും അതുപോലെ തന്നെ ഗോൾഡ് ഫോയിൽ പോലത്തെ ആ പീസും നമ്മൾ റിബൺ ഷേപ്പിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിങ്ങനെ ഒരു വുഡ് പീസ്, അതായത് നമ്മുടെ നേരത്തെ എടുത്തിട്ടുള്ള ചുള്ളിക്കമ്പില്ലേ അതിലൊരെണ്ണം നല്ല നീളമുള്ളത് നോക്കി ഒരെണ്ണം എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചുമ്മാ ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കെട്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോയിൽ കളറുള്ള ആ ഒരു ഗോൾഡൻ കളർ കെട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ നെറ്റിൻ്റെ ആ ഒരു പീസ് കെട്ടിക്കൊടുക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കെട്ടി നമ്മൾ ടോപ്പ് വരെ നമ്മളിതുപോലെ സെയിം ആയിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്താണ് ഇതെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ചെയ്തു വരുമ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾ ആരും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഒരു ലുക്കായിരിക്കും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു സൈഡിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലോട്ടായിട്ട് ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, കോൺ ഷേപ്പ്, ആ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കുക. സൈഡുകളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്ത് എല്ലാം വലിച്ച് കറക്റ്റ് ആ ഒരു പൊസിഷനിലാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു ഗോൾഡൻ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോം ഷീറ്റിൽ നിന്നുള്ള ഒരു സ്റ്റാർ തന്നെ കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ റെഡാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും ഇതിലേക്ക് കൂടുതൽ മാച്ച് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നമ്മുടെ ടോപ്പിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ ഒരു റിബൺ എടുത്തിട്ട് ഒരു ചുമ്മാ ഒരു ബോ കട്ടിയിട്ട് അത് താഴെ, അതായത് ഏറ്റവും അടിയിലത്തെ പൊസിഷനിൽ ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും റെഡ് റിബൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗോൾഡനിലേക്ക് ആ ഒരു റെഡ് ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ, അതായത് ഗോൾഡൻ കളർ ക്രിസ്മസ് ട്രീ നല്ലൊരു ഗ്ലാമർ പയ്യനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇതിനൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, അങ്ങനെയുള്ള കമൻറ്റുകളും നിങ്ങളുടെ സജഷൻസും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അങ്ങനെ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ 10ാമത്തെ ക്രാഫ്റ്റും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ 10ഉം സിമ്പിളായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു 10 ക്രാഫ്റ്റും, അതായത് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെല്ലാം കിട്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റും ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാവട്ടെ നമ്മുടെ വീട്ടിലെല്ലാവരും ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സീരീസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാനായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അങ്ങനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ഇനി വരുന്ന വീഡിയോസിനായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Christmas tree, how richly God has decked thee. Thou bidst us true and faithful be, and trust in God unchangingly. Oh Christmas tree, how richly God. Has decked thee.